ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ തുറന്ന് നോക്കാം. ഒരു കറിവേപ്പില. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നൊത്തോലി മീൻ കറി വെച്ചാലോ, ട്രിവാൻഡ്രം സ്റ്റൈലിൽ. അതിനായി ഞാൻ കുറച്ച് നൊത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 3-4 കഷ്ണം മാങ്ങ, പിന്നെ ടൊമാറ്റോ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നേ, കുറച്ച് പുളി. ആദ്യം ഞാൻ ഈ മുളകും തേങ്ങയും മഞ്ഞളും കുഞ്ഞുള്ളിയും പുളിയും ഇഞ്ചിയും കൂടെ അരച്ചുകൊണ്ട് വരാം. തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പുളിയും അരച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അരച്ചു വെച്ചത് നമുക്കിതിൽ ഒഴിക്കാം. മിക്സി കഴുകി അതും കൂടെ, മിക്സിയല്ല ജാറ് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി ഒഴിച്ചതിന് ശേഷം മീൻകറിയുടെ തിക്നെസ്സിൽ ഇതൊന്ന് കലക്കിയെടുക്കാം. ഉണ്ടോ? ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും ടൊമാറ്റോയും പച്ചമുളകും ചേർക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും ടൊമാറ്റോയും പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് മാങ്ങയാണ്, പച്ചമുളക് നേരത്തെ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഇളക്കുക. കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഇളക്കി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് മീൻ ചേർക്കാം. കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് നമുക്ക് മൂടാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലതുപോലെ തിളച്ച്. നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നും കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, എനിക്കെല്ലാം കറക്റ്റായിരുന്നു. എന്നിട്ട് തീ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. വയ്ക്കുന്നു. തീ മീഡിയത്തിൽ വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇളക്കി നോക്കാം. പൊടിഞ്ഞു പോകാതെ ഇളക്കി നോക്കണേ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് വറുത്ത് ഇതിൻ്റെ പുറത്തിടാം. ഉള്ളിയെല്ലാം നല്ലതുപോലെയായി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഇടുക. ചൂടോടുകൂടി മീൻകറിയിൽ ഒഴിക്കുക. തീ ഓഫ് ചെയ്യുക. മീൻകറിയുടെ പാത്രം അടച്ചു വയ്ക്കുക. ഇനി 1 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ തുറന്ന് നോക്കാം. ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.